ആലപ്പുഴ പുന്നമടക്കായലിൽ ബാക്ക് വാട്ടർ ടൂർസ് അറേഞ്ച് ചെയ്യുന്ന ഒരു ട്രാവൽ ഏജൻസിയുടെ കസ്റ്റമർ ഡേറ്റയും ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യുന്ന എക്സൽ ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. ഈ ഡാഷ്ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്പനി 2024 എന്ന വർഷത്തിൽ ടോട്ടൽ എത്ര ഇൻകം ജനറേറ്റ് ചെയ്തു, എത്ര രൂപ ചിലവാക്കി, എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു, ടോട്ടൽ എത്ര കസ്റ്റമേഴ്സ് അവിടെ വന്നു, അതായത് ഓരോ രാജ്യത്തു നിന്നും എത്ര കസ്റ്റമേഴ്സ് വീതം വന്നു, ഓരോ മാസവും എത്ര ഇൻകം ജനറേറ്റ് ചെയ്തു, ഓരോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഹൗസ് ബോട്ട്, കയാക്കിംഗ്, ഷിക്കാര, ജെറ്റ് സ്കി എന്നിങ്ങനെ ഓരോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപ വീതം ജനറേറ്റ് ചെയ്തു, ഓരോ മാസവും എത്ര രൂപ ചിലവാക്കി, അതായത് ഓഫീസ് റെൻറ്റ്, ഗ്രോസറി, സാലറി, ഫ്യൂവൽ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് എത്ര രൂപ വീതം ചിലവാക്കി, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് ഈ ഡാഷ്ബോർഡിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ട്രാവൽ ഏജൻസിയുടെ കസ്റ്റമർ ഡേറ്റയും എക്സ്പെൻസ് ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് ഇത്തരമൊരു ഡാഷ്ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ട്രാവൽ ഏജൻസിക്ക് വേണ്ടിയാണ് നമ്മൾ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സ് ഫോളോ ചെയ്തുകൊണ്ട് HR ഡാഷ്ബോർഡ്, എംപ്ലോയി പെർഫോമൻസ് ഡാഷ്ബോർഡ്, ഫൈനാൻഷ്യൽ ഡാഷ്ബോർഡ് എന്നിങ്ങനെ പല തരത്തിലുള്ള എക്സൽ ഡാഷ്ബോർഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ നോക്കാം. ഈ വർക്ക് ബുക്കിൽ 2 വർക്ക് ഷീറ്റുകളാണുള്ളത്. ആദ്യത്തേത് കസ്റ്റമർ ഡേറ്റ, രണ്ടാമത്തേത് എക്സ്പെൻസസ്. ആദ്യത്തെ വർക്ക് ഷീറ്റ്, അതായത് കസ്റ്റമർ ഡേറ്റ എന്ന വർക്ക് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ പുന്നമടക്കായലിൽ ബാക്ക് വാട്ടർ ക്രൂസ് അറേഞ്ച് ചെയ്യുന്ന ഒരു ട്രാവൽ ഏജൻസിയുടെ 12 മാസങ്ങളിലെ കസ്റ്റമർ ഡേറ്റ കാണാം. അതായത് 2024 ജാനുവരി ഫെബ്രുവരി തുടങ്ങി 2024 ഡിസംബർ വരേക്കുമുള്ള കസ്റ്റമർ ഡേറ്റ ഏതാണ്ട് 800-നടുത്ത് റെക്കോർഡ്സ് ഉണ്ട് ഇവിടെ. ഇനി ടേബിളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത് നോക്കാം. ആദ്യത്തെ കോളത്തിൽ ഡേറ്റ് അഥവാ തീയതി, രണ്ടാമത്തെ കോളത്തിൽ കസ്റ്റമറിൻ്റെ പേര്, മൂന്നാമത്തെ കോളത്തിൽ കസ്റ്റമറിൻ്റെ പ്രായം, നാലാമത്തെ കോളത്തിൽ ആക്ടിവിറ്റി, അതായത് ഹൗസ് ബോട്ടാണോ, കയാക്കിംഗ് ആണോ, ജെറ്റ് സ്കി ആണോ കസ്റ്റമർ തിരഞ്ഞെടുത്തതെന്നുള്ള ഡീറ്റെയിൽസ്, അതിനടുത്ത കോളത്തിൽ ആളുകളുടെ എണ്ണം, അതിനടുത്ത കോളത്തിൽ അവേഴ്സ്, അതായത് ഒരു ആക്ടിവിറ്റി എത്ര മണിക്കൂറത്തേക്കാണ് കസ്റ്റമർ തിരഞ്ഞെടുത്തതെന്നുള്ള ഡീറ്റെയിൽസ്, അതിനടുത്ത കോളത്തിൽ കസ്റ്റമറിൻ്റെ രാജ്യത്തിൻ്റെ പേര്, അതിനടുത്ത കോളത്തിൽ എമൗണ്ട്, അതായത് ഓരോ ആക്ടിവിറ്റിക്കും എത്ര രൂപ വീതം കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസ്, അതിനടുത്ത കോളത്തിൽ ലീഡ്, അതായത് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണോ ട്രാവൽ പാർട്ട്ണർ വഴിക്കാണോ കസ്റ്റമർ ട്രാവൽ ഏജൻസിയിൽ എത്തിയതെന്നുള്ള ഡീറ്റെയിൽസ്. ഇനി രണ്ടാമത്തെ വർക്ക്ഷീറ്റ്, അതായത് എക്സ്പെൻസസ് എന്ന വർക്ക്ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓഫീസ് റെൻറ്റ്, മാർക്കറ്റിംഗ്, ഗ്രോസറി, ഫ്യൂവൽ, സാലറി എന്നിങ്ങനെ ട്രാവൽ ഏജൻസി നടത്തിക്കൊണ്ട് പോകാനായിട്ട് കമ്പനിക്ക് വന്നിട്ടുള്ള ചെലവുകൾ ഇവിടെ കാണാം. അതായത് 2024 ജാനുവരി ഫെബ്രുവരി തുടങ്ങി 2024 ഡിസംബർ വരേക്കുമുള്ള എക്സ്പെൻസ് ഡീറ്റെയിൽസ് ഈ ടേബിളിൽ കാണാം. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ തീയതി, രണ്ടാമത്തെ കോളത്തിൽ ഐറ്റം, അതായത് ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ തുക ചിലവാക്കിയത് ആ ചിലവിൻ്റെ പേര്, മൂന്നാമത്തെ കോളത്തിൽ എമൗണ്ട്, അതായത് ചിലവാക്കിയ തുക. ഇനി ഈ 2 ടേബിളുകളുടെ ഡേറ്റ ഉപയോഗിച്ചിട്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ ഒരു ഡാഷ്ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഹൗസ് ബോട്ട്, കയാക്കിംഗ്, ഷിക്കാര, ജെറ്റ് സ്കി എന്നിങ്ങനെ ഓരോ ആക്ടിവിറ്റിക്കും ടോട്ടൽ എത്ര എമൗണ്ട് വീതം ലഭിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ പിവറ്റ് ടേബിളാണ് ഉപയോഗിക്കുക. ഈ ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പിവറ്റ് ടേബിൾ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് ടാബിൽ പോവുക, പിവറ്റ് ടേബിൾ നോക്കുക. പിവറ്റ് ടേബിൾ ഫ്രം ടേബിൾ ഓർ റേഞ്ച് എന്നൊരു ഡയലോഗ് വന്നു. ഡേറ്റയുള്ള സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ഈ കാണുന്ന മൂവിംഗ് ബോർഡ് അതാണ് സൂചിപ്പിക്കുന്നത്. പിവറ്റ് ടേബിൾ പുതിയൊരു വർക്ക്ഷീറ്റിലേക്ക് കിട്ടാനായിട്ട് ന്യൂ വർക്ക്ഷീറ്റ്, ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടു. ഇവിടെ ഒരു പിവറ്റ് ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നാൽ കാണാം. ഇനി ആദ്യത്തെ വർക്ക്ഷീറ്റ് വരുന്നു. നമുക്ക് ആദ്യം വേണ്ടത് ഓരോ ആക്ടിവിറ്റിക്കും ടോട്ടൽ എത്ര എമൗണ്ട് വീതം ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടാണ്. ആക്ടിവിറ്റീസിൻ്റെ പേരുള്ളത് ആക്ടിവിറ്റി എന്ന കോളത്തിലും എമൗണ്ട്സ് ഉള്ളത് എമൗണ്ട് എന്ന കോളത്തിലുമാണ്. ഇവിടെ വലതുവശത്ത് കാണുന്ന പിവറ്റ് ടേബിൾ ഫീൽഡ്സ് എന്ന ടാസ്ക് പെയിനിൽ നിന്ന് ആക്ടിവിറ്റി എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റ് കിട്ടി. ഇനി എമൗണ്ട് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക. ഓരോ ആക്ടിവിറ്റിക്കും ടോട്ടൽ എത്ര എമൗണ്ട് വീതം ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസായി. റിപ്പോർട്ടിൻ്റെ അവസാനത്തെ വരിയിൽ ഗ്രാൻഡ് ടോട്ടൽ. സൂം ലെവൽ കൂട്ടുന്നു. അടുത്തത് നമുക്ക് വേണ്ടത് ഓരോ മാസവും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടാണ്. അതിനുവേണ്ടി ഈ പിവറ്റ് ടേബിൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഇനി ആക്ടിവിറ്റി എന്ന ഫീൽഡ് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് വെളിയിലേക്ക് ഇടുക. ഡേറ്റ് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, ഓരോ മാസവും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസായി.
എന്നാൽ എക്സലിൻ്റെ ചില പഴയ വേർഷൻസിൽ മാസത്തിൻ്റെ പേര് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ, അതായത് ഇവിടെ ഡേറ്റ് മാത്രമാണ് വരുന്നതെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ഗ്രൂപ്പ്, മന്ത്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഓരോ മാസവും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് ആയി. അടുത്തത് ഓരോ രാജ്യത്തു നിന്നും എത്ര കസ്റ്റമേഴ്സ് വീതം വന്നു എന്നുള്ള റിപ്പോർട്ട് വേണം. കസ്റ്റമറിൻ്റെ രാജ്യത്തിൻ്റെ പേരുള്ളത് കൺട്രി എന്ന കോളത്തിലും ആളുകളുടെ എണ്ണം ഉള്ളത് പാക്സ് എന്ന കോളത്തിലുമാണ്. പിവറ്റ് ടേബിൾ കോപ്പി ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, കോപ്പി, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ആക്ടിവിറ്റി എന്ന ഫീൽഡ് അൺമാർക്ക് ചെയ്യുക. കൺട്രി, എമൗണ്ടിന് പകരം പാക്സ് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക. നോക്കുക, ഓരോ രാജ്യത്തു നിന്നും എത്ര ആളുകൾ വീതം വന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആയി. അവസാനത്തെ വരിയിൽ ഗ്രാൻഡ് ടോട്ടൽ കാണാം. വാല്യൂസ് ആൻഡ് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, നമ്പർ ഫോമാറ്റ്, നമ്പർ, യൂസ് 1000 സെപ്പറേറ്റർ, ഡെസിമൽ പ്ലേസസ് വേണ്ട. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടത് എക്സ്പെൻസസിൻ്റെ സമ്മറിയാണ്. എക്സ്പെൻസസ് എന്ന ഷീറ്റിൽ വരിക. ഈ ടേബിളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പിവറ്റ് ടേബിൾ റിപ്പോർട്ട്സ് തയ്യാറാക്കാനായിട്ട് ഈ സെല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇൻസേർട്ട്, പിവറ്റ് ടേബിൾ, പിവറ്റ് ടേബിൾ ഫ്രം ടേബിൾ ഓർ റേഞ്ച് എന്നൊരു ഡയലോഗ് വന്നു. ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടു. പുതിയൊരു വർക്ക്ഷീറ്റിലേക്ക് പിവറ്റ് ടേബിൾ കിട്ടാനായിട്ട് ന്യൂ വർക്ക്ഷീറ്റ്. ഓക്കെ, നമുക്ക് പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടു. ഇവിടെ ഒരു പിവറ്റ് ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നാൽ കാണാം. ഈ വർക്ക്ഷീറ്റിൻ്റെ പേര് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഏതൊക്കെ കാര്യങ്ങൾക്ക് ടോട്ടൽ എത്ര രൂപ വീതം ചിലവായി എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ഐറ്റം എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുന്നു. എമൗണ്ട് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുന്നു. നോക്കുക, ഓരോ ആവശ്യത്തിനും ടോട്ടൽ എത്ര രൂപ വീതം ചിലവായെന്നുള്ള ഡീറ്റെയിൽസ് ആയി. ഈ റിപ്പോർട്ട് എമൗണ്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. നോക്കുക, ഏറ്റവും കൂടുതൽ തുക ചിലവായത് സാലറി ഇനത്തിലാണ്. അടുത്ത ഫ്യൂവൽ, ഗ്രോസറി, മാർക്കറ്റിംഗ്, ഓഫീസ് റെൻറ്റ്. ഇനി ഓരോ മാസവും എത്ര രൂപ വീതം ചിലവായി എന്നറിയാനായിട്ട് ഈ പിവറ്റ് ടേബിൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഡേറ്റ് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക. ഓരോ മാസവും ടോട്ടൽ എത്ര രൂപ വീതം ചിലവായെന്നുള്ള ഡീറ്റെയിൽസ് ആയി. ഈ വർക്ക്ഷീറ്റിൻ്റെ പേര് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. ഇനി ഓരോ പിവറ്റ് ടേബിളിന് മുകളിലും കറസ്പോണ്ടിങ് ടൈറ്റിൽ കൊടുക്കുന്നു. ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം ആഡ് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ്. അടുത്തത് മന്ത്ലി ഇൻകം ആൻഡ് മന്ത്ലി എക്സ്പെൻസ് നമുക്ക് കമ്പയർ ചെയ്യണം. അതായത് ഓരോ മാസത്തെയും വരവും ചെലവും നമുക്ക് കമ്പയർ ചെയ്യണം. അതിനുവേണ്ടി കാൽക്കുലേഷൻസ് എക്സ്പെൻസ് എന്ന വർക്ക്ഷീറ്റിൽ വരുന്നു. മന്ത് ഇൻകം എക്സ്പെൻസ് ഈക്വൽ കാൽക്കുലേഷൻസ് ഇൻകം എന്ന ഷീറ്റിൽ വരിക. പിവറ്റ് ടേബിളിലെ ജാൻ എന്ന ടെക്സ്റ്റുള്ള സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ. ഇനി സെല്ലിലെ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു, വീണ്ടും വലതുവശത്തേക്ക്. ഓരോ മാസത്തെയും ഇൻകം എവിടെ വന്നു. അടുത്തത് എക്സ്പെൻസ് ഈക്വൽ. നമുക്കൊരു പിവറ്റ് ടേബിളിലെ വാല്യൂ ഉള്ള സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗെറ്റ് പിവറ്റ് ഡേറ്റ എന്ന ഫോർമുല ആക്ടിവേറ്റ് ചെയ്യപ്പെടും. നമുക്കിവിടെ അത് ആവശ്യമില്ല. എസ്കേപ്പ് ഈക്വൽ. പിവറ്റ് ടേബിളിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം അതിന് തൊട്ട് വലതുവശത്തുള്ള സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് F4 എന്ന സെല്ലാണ്. അതേസമയം നമുക്ക് വേണ്ടത് E4 എന്ന സെല്ലിലെ വാല്യൂ ആണ്. അതിനുവേണ്ടി E4 എൻ്റർ. നമുക്ക് പിവറ്റ് ടേബിളിലെ വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇനി ഈ സെല്ലിലെ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. ഓരോ മാസത്തെയും ഇൻകം ആൻഡ് എക്സ്പെൻസ് ആയി. അടുത്തത് ടോട്ടൽ ഇൻകം ഈക്വൽ. നേരത്തെ പറഞ്ഞ പോലെ പിവറ്റ് ടേബിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് പിവറ്റ് ഡേറ്റ എന്ന ഫോർമുല ആക്ടിവേറ്റ് ചെയ്യപ്പെടും. നമുക്കത് ആവശ്യമില്ല. പിവറ്റ് ടേബിളിന് വെളിയിൽ ക്ലിക്ക് ചെയ്യുന്നു,
B9 പകരം B8 എന്ന സെൽ റെഫറൻസ് ഉപയോഗിക്കുക. എൻ്റർ. നോക്കുക, ടോട്ടൽ ഇൻകം ഇവിടെ വന്നു. ടോട്ടൽ എക്സ്പെൻസ്, പ്രോഫിറ്റ് ഈക്വൽ ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസ്. അടുത്ത കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഈക്വൽ ഐക്ക് പകരം H, എൻ്റർ. ടോട്ടൽ കസ്റ്റമേഴ്സിൻ്റെ എണ്ണമായി. സോ നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ട്സായി. ഈ റിപ്പോർട്ട്സും വാല്യൂസും ഡാഷ്ബോർഡിൽ അറേഞ്ച് ചെയ്യണം. പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യുന്നു. ഡാഷ്ബോർഡ്. ആദ്യത്തെ കോളത്തിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാണ്. റൈറ്റ് ക്ലിക്ക്, കോളം വിഡ്ത്ത് 4. ഓക്കെ. B6 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഇൻകം, ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു. അണ്ടർലൈൻ. B7 എന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഈക്വൽ കാൽക്കുലേഷൻസ് ഇൻകം എന്ന ഷീറ്റിൽ വരിക. ഈ റിപ്പോർട്ടാണ് ഡാഷ്ബോർഡിൽ നമുക്ക് ആദ്യം വേണ്ടത്. ഹൗസ് ബോട്ട് എന്ന ടെക്സ്റ്റുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു. എൻ്റർ. ഈ ഫോമുല താഴെ കോപ്പി ചെയ്യുക. വീണ്ടും വലതുവശത്തേക്ക് നോക്കുക. ഓരോ ആക്ടിവിറ്റിക്കും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള റിപ്പോർട്ട് ഈ ഷീറ്റിലേക്ക് നമുക്ക് കിട്ടി. അടുത്തത് എക്സ്പെൻസ്. ഫോമാറ്റ് പെയിൻറ്റർ ഉപയോഗിച്ച് ഫോമാറ്റിംഗ് കോപ്പി ചെയ്യുന്നു. ഈക്വൽ കാൽക്കുലേഷൻസ് എക്സ്പെൻസ്, എൻ്റർ. നമുക്ക് ഈ റിപ്പോർട്ട് നമ്മൾ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്തിരുന്നില്ല. സോർട്ടിങ് വേണമെങ്കിൽ ഡാഷ്ബോർഡിൽ നിന്നും ചെയ്യാവുന്നതാണ്. റൈറ്റ് ക്ലിക്ക്, സോർട്ട്, സോർട്ട് ലാർജസ്റ്റ് സ്മോളസ്റ്റ്. അടുത്തത് ടോട്ടൽ ഇൻകം, ടോട്ടൽ എക്സ്പെൻസ്, പ്രോഫിറ്റ്, കസ്റ്റമേഴ്സിൻ്റെ എണ്ണം എന്നിവ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ഇൻസേർട്ട്, ഇലസ്ട്രേഷൻസ്, ഷേപ്സ്, റെക്റ്റാങ്കിൾ വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഷേപ്പ് ഫോമാറ്റ്, ഹൈറ്റ് 1.8, വിഡ്ത്ത് 2.9. ഇനി ഷേപ്പിനുള്ളിൽ ക്ലിക്ക് ചെയ്യുക. ഇൻകം, ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു. ഫോണ്ട് സൈസ് കൂട്ടുന്നു. 14. സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുന്നു. ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്. അടുത്തത് ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട്, ടെക്സ്റ്റ്, ടെക്സ്റ്റ് ബോക്സ്. ഈ ടെക്സ്റ്റ് ബോക്സിനുള്ളിലേക്ക് ടോട്ടൽ ഇൻകം കൊണ്ടുവരണം. അതിനുവേണ്ടി ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഈക്വൽ കാൽക്കുലേഷൻസ് എക്സ്പെൻസ്, ടോട്ടൽ ഇൻകം ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക. എൻ്റർ. ഫോണ്ട് സൈസ് കൂട്ടുന്നു. 14. ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു. ഓട്ടോമാറ്റിക്. ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുന്നു. വീണ്ടും മിഡിലേക്ക്. ഇനി ടെക്സ്റ്റ് ബോക്സിൻ്റെ ഔട്ട്ലൈൻ ഹൈഡ് ചെയ്യാനായിട്ട് ഷേപ്പ് ഫോമാറ്റ്, ഷേപ്പ് ഔട്ട്ലൈൻ, നോ ഔട്ട്ലൈൻ, ഷേപ്പ് ഫിൽ, നോ ഫിൽ. ഇനി ടെക്സ്റ്റ് ബോക്സ് ഈ ഷേപ്പിനുള്ളിൽ പ്ലേസ് ചെയ്യാം. ഇനി ഈ ഷേപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഷേപ്പ് ഫോമാറ്റ്, ഷേപ്പ് ഫിൽ, നോ ഫിൽ. അടുത്ത് ഈ ടെക്സ്റ്റ് ബോക്സും ഈ ഷേപ്പും ഗ്രൂപ്പ് ചെയ്യണം. അതിനുവേണ്ടി ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഷേപ്പ് സെലക്ട് ചെയ്യുക. നമുക്ക് 2 ഒബ്ജക്ട്സും സെലക്ട് ചെയ്യപ്പെട്ടു. റൈറ്റ് ക്ലിക്ക്, ഗ്രൂപ്പ്, ഒരു തവണ കൂടി ഗ്രൂപ്പ്. ഇനി ഈ ഗ്രൂപ്പ് ഒരൊറ്റ യൂണിറ്റായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഈ ഗ്രൂപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി കൺട്രോൾ D, ഇൻകത്തിന് പകരം എക്സ്പെൻസ്, പ്രോഫിറ്റ്, കസ്റ്റമേഴ്സ്. ഇനി ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ട് ഫോർമുല ഡിലീറ്റ് ചെയ്യുക. കാൽക്കുലേഷൻസ് എക്സ്പെൻസ്, ടോട്ടൽ എക്സ്പെൻസ്, എൻ്റർ. അടുത്തത് പ്രോഫിറ്റ്,
കസ്റ്റമേഴ്സിൻ്റെ എണ്ണം, അടുത്ത് നമുക്ക് വേണ്ടത് മന്ത്ലി ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ചാർട്ടാണ്. അതിനുവേണ്ടി ഈ ടേബിൾ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ടാബിൽ പോവുക. ഇവിടെ നമ്മൾ ലൈൻ ചാർട്ടാണ് ഉപയോഗിക്കുക. ഇൻസേർട്ട് ലൈൻ ഓ ഏരിയ ചാർട്ട്, 2D ലൈൻ സെലക്ട് ചെയ്യുന്നു. ഈ ചാർട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യാനായിട്ട് Ctrl+X, ഡാഷ്ബോർഡിൽ വരിക, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, Ctrl+V, ചാർട്ട് ടൈറ്റിൽ, ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യാണ്. ഇനി ലൈൻസ് സ്മൂതൻ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ലൈനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ഡാറ്റ സീരീസ്, ഫിൽ ആൻഡ് ലൈൻ, സ്മൂത്ത് ലൈൻ. ഈ നീല ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻകമാണ്. ഈ ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. അടുത്തത് എക്സ്പെൻസ് ആണ്. സ്മൂത്ത് ലൈൻ, കളർ റെഡ് ആക്കുന്നു. ഈ വരികളുടെ ഹൈറ്റ് കൂട്ടുകയാണ്. റൈറ്റ് ക്ലിക്ക്, റോ ഹൈറ്റ് 16, എൻ്റർ. അടുത്തത് ഓരോ രാജ്യത്തു നിന്നുള്ള കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ചാർട്ട് വേണം. അതിനുവേണ്ടി ഈ പിവറ്റ് ടേബിൾ സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് കോളം ഓ ബാർ ചാർട്ട്, 2D ബാർ. ഈ ഫീൽഡ് ബട്ടൺസ് ഹൈഡ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഹൈഡ് ഓൾ ഫീൽഡ് ബട്ടൺസ് ഓൺ ചാർട്ട്. ലെജൻഡ് റിമൂവ് ചെയ്യുന്നു, ഗ്രിഡ് ലൈൻസ് വേണ്ട, ചാർട്ട് ടൈറ്റിൽ ചേഞ്ച് ചെയ്യുന്നു. ചാർട്ടിൽ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ചാർട്ട് എലമെൻറ്റ്സ്, ഡേറ്റ ലേബിൾസ്. ഈ ചാർട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യുക, Ctrl+X, ഡാഷ്ബോർഡിൽ പേസ്റ്റ് ചെയ്യുന്നു. അടുത്തത് ഈ ടൈറ്റിൽ കാർഡ്സ് ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്യണം. നാല് ടൈറ്റിൽ കാർഡ്സും സെലക്ട് ചെയ്യുക, ഷേപ്പ് ഫോർമാറ്റ്, അലൈൻ മിഡിൽ, വീണ്ടും അലൈൻ, ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി, ഇൻസേർട്ട്, ഇലസ്ട്രേഷൻസ്, ഷേപ്സ്, റെക്റ്റാങ്കിൾ. കമ്പനിയുടെ പേര് എഴുതാനായിട്ടാണ് ഈ ഷേപ്പ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ലൈൻ ചാർട്ട് സെലക്ട് ചെയ്യുക, ഫോർമാറ്റ്, ഷേപ്പ് ഔട്ട്ലൈൻ, വെയ്റ്റ് 1 point. ഓട്ടോമാറ്റിക്. അതേ ഫോർമാറ്റിംഗ് തന്നെ ബാർ ചാർട്ടിന് ഉപയോഗിക്കുന്നു. Insert, illustrations, shapes,
ഇനി ഇൻകം ആൻഡ് എക്സ്പെൻസ് റിപ്പോർട്ടിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് വാല്യൂസ് ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഡേറ്റ ബാസ്, ഗ്രീൻ, റെഡ്. വ്യൂ ടാബിൽ പോവുക, ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യുന്നു. നോക്കുക, ടോട്ടൽ ഇൻകം, ടോട്ടൽ എക്സ്പെൻസ്, പ്രോഫിറ്റ്, ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്, ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും ടോട്ടൽ എത്ര രൂപ വീതം വന്നു എന്നുള്ള ഡീറ്റെയിൽസ്. താഴെ എക്സ്പെൻസ് ഡീറ്റെയിൽസ്. വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ മാസത്തെയും ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഗ്രീൻ ലൈൻ ഇൻകവും റെഡ് ലൈൻ എക്സ്പെൻസുമാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ രാജ്യത്ത് നിന്നും ടോട്ടൽ എത്ര കസ്റ്റമേഴ്സ് വീതം വന്നു എന്നുള്ള ഡീറ്റെയിൽസ് കാണാം. സോ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ഡാഷ്ബോർഡ് റിപ്പോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഡാഷ്ബോർഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ച കസ്റ്റമർ ഡേറ്റയും ഫിനിഷ് ഡാഷ്ബോർഡും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വേറെയും ഡാഷ്ബോർഡ് ട്യൂട്ടോറിയൽസ് ഈ ചാനലിലും എൻ്റെ ഓൺലൈൻ എക്സൽ കോഴ്സിലും അവൈലബിൾ ആണ്. എക്സൽ ഡാഷ്ബോർഡ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ഡിപ്പാർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.